പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച അനിശ്ചിതകാല പണിമുടക്കിന്റെ ഭാഗമായി പുനലൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പുനലൂർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പുനലൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ആർ ഉദയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AN രാജൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഒഴുക്കിനെതിരെ നീന്തിക്കടന്നു വന്നവരാണ് ഈ സമരസഖാക്കൾ എല്ലാവരും. ജീവനക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം നമ്മുടെ പൂർവികർ സമരം ചെയ്തും ത്യാഗം ചെയ്തും നടത്തുന്നതാണ്. അതിനെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ് ഈ തലമുറ. അതുകൊണ്ട് ഈ തലമുറയുടെ മുന്നിൽ യാതൊരുവിധ വെല്ലുവിളിയും ഭരണകൂടവും ഗുണ്ടകളും ഈ സർവീസിൽ ജീവനക്കാരുടെ സദനങ്ങൾക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു പുഴുവും ധരിക്കേണ്ടതില്ല. ഈ പണിമുടക്കം അടിച്ചു തകർക്കാമെന്ന്. പെൻഷൻ ചെലവുകൾ 10 ഇരട്ടി വർദ്ധിച്ചെന്ന സർക്കാരിന്റെ പ്രചരണം കള്ളക്കഥയാണെന്നും കേരള ബജറ്റ് രേഖകൾ പ്രകാരം 2002 പെൻഷൻ ചെലവുകൾ മൊത്തം വരുമാനത്തിന്റെ 20% ആയിരുന്നു. 2011 ഇത് 16.2% ആയി കുറഞ്ഞുവെന്നും സർക്കാർ ഇത് മറച്ചുവെച്ചുവെന്നും AN രാജൻ പറഞ്ഞു. സമരസമിതി അംഗങ്ങളായ M അരുൺ, സമദ്, ഉദയൻ, S സഫീർ, KB അനിൽകുമാർ, KSTA അംഗങ്ങളായ സുഗതൻ, അശോകൻ, പിറവന്തൂർ സോമരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.